അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു തമ്പനയിൽ ഞാൻ ഇൻ്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത പിക്ചറൊന്നും അല്ല, അതിൻ്റെ വേറെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു റാക്ക് അടിച്ചേക്കണം എന്ന് വെച്ചാൽ ഇത് ക്യാമറ വെച്ചിരിക്കുന്നതാണ്. ഈ റാക്ക് അടിച്ചേക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലല്ല, ഇതൊരു ഔട്ട്ഡോറാണ് അടിച്ചു വെച്ചേക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് മോസ്റ്റ് സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ഞാനും ജോമോനോടെ കൂടി പോയിട്ടാണ് അന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് ഒരു കൊട്ടേഷൻ കൊടുത്തത്. വളരെ കറക്റ്റായിട്ട് നമ്മൾ എവിടെയൊക്കെ ക്യാമറ വേണമെന്നെല്ലാം വരച്ച് കറക്റ്റായിട്ടൊരു കൊട്ടേഷൻ അവർക്ക് കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തു, വേറെ മേലെ ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും, കൊട്ടേഷൻ കൊടുക്കുന്ന എല്ലാ വർക്കുകളും നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞങ്ങൾ ഈ കൊട്ടേഷൻ്റെ കാര്യത്തിന് വേണ്ടി പിന്നീട് ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവർ പറഞ്ഞു, സ്ഥാപനത്തിലെ ആൾ പറഞ്ഞു, നമ്മൾ ബാംഗ്ലൂരിലൊരു ടീമിന് ഇത് കൊടുത്തു, അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് എന്നെ ആ ഒരു സാറ് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നമ്മുടെ ബാംഗ്ലൂർ ടീം ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തിട്ട് പോയിട്ട് ഇവിടെ ആകെ കംപ്ലൈൻ്റ് ആണ്, മുഴുവൻ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് 3 കൊല്ലം മുമ്പാണ് ഇൻസ്റ്റലേഷൻ നടന്നത്, നിങ്ങൾ ഓർക്കണം. 3 കൊല്ലത്തിന് ശേഷം ആ ഒരു ഡിവൈസൊക്കെ ദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ആ റാക്കൊക്കെ അടിച്ചു വെച്ചേക്കണ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആ റാക്ക് അടിച്ചേക്കണമെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ പുറത്താണ്. നമ്മുടെ ഇവിടെയുള്ള ഒരു 10ാം ക്ലാസ്സിലൊരു പയ്യൻ പോലും ഇതുപോലെ ഇത്രയും വിവരം കേട്ട ഒരു പരിപാടി കാണിക്കുന്നു തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വർഷത്തിൽ 7-8 മാസവും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ റാക്കൊക്കെ അടിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡിംഗ് യൂണിറ്റ് തന്നെ എടുത്ത് വെളിയിൽ വെച്ചിട്ടാണ് അവർ പോയത്. എന്നിട്ട് അവർ വളരെ നല്ലൊരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ NVR സിസ്റ്റം മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് NVRും അതിൻ്റെ POയും ബാക്കി മീഡിയ കൺവെർട്ടറൊക്കെ കൂടി ഒരു കൂടിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ റാക്കിനകത്ത് എടുത്ത് ചുരുട്ടി വെച്ചേക്കണം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്രയും ബോധമില്ലാത്ത രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളുകളും നമ്മുടെ ഈ ഒരു CCTV ഫീൽഡിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ആളുകൾ ഇൻസ്റ്റലേഷൻസിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഇത് ഈ ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആളുടെയോ അറിവില്ലായ്മയാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ ഇൻഡോർ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയാറുണ്ട്, ഇപ്പോൾ ഇൻഡോർ ഇരിക്കുന്ന പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ ഔട്ട്ഡോർ വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ നമുക്കറിയാം ഇൻഡോർ ക്യാമറയുണ്ട്, ഔട്ട്ഡോർ ക്യാമറയുണ്ട്. ഇപ്പോൾ എന്നെ വൈഫൈ ക്യാമറ വേണമെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വിളിക്കും. അപ്പോൾ വൈഫൈ ക്യാമറ നിങ്ങൾക്കറിയാം, ഇൻഡോർ ക്യാമറയ്ക്ക് ആകെ 2800 രൂപ അല്ലെങ്കിൽ 2500 രൂപ അല്ലെങ്കിൽ 3000 രൂപ താഴെയുള്ളൂ ഇൻഡോർ ക്യാമറയ്ക്ക്. അപ്പോൾ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇൻഡോർ പ്രോഡക്റ്റ് ആണോ ഔട്ട്ഡോർ പ്രോഡക്റ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പോൾ കേബിളിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പലരും ഇപ്പോൾ നമ്മൾ നല്ല വെയിൽ മഴയൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലത്തോടെ സാധാരണ ഒരു പൈപ്പ്, ഇപ്പോൾ സാധാരണ ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ 20 mm ഒരു പൈപ്പിൻ്റെ വില ആകെ ഒരു 25 രൂപ റേഞ്ചൊക്കെ വരുന്നുള്ളൂ ഒരു സാധാരണ പൈപ്പ്. പക്ഷേ അതേസമയം ISI പൈപ്പാണെന്നുണ്ട്, ISI ക്വാളിറ്റിയുള്ള പൈപ്പാണെങ്കിൽ 90 രൂപ 95 രൂപ വരെ വരും, ആ സെയിം സൈസ് തന്നെ വരുന്നത്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ടീം എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു വളരെ വില കുറഞ്ഞ സാധനമായിരിക്കും എടുക്കുക. അതുപോലെ തന്നെ കേബിളും നമുക്ക് ഇൻഡോർ കേബിളും ഔട്ട്ഡോർ കേബിളും ഉണ്ട്. ഇപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ നമ്മൾ വിളിച്ചിട്ട് പറയും, ഈ ക്യാമറ നിങ്ങൾ വെക്കുക, അതുപോലെ കേബിളൊക്കെ വെറുതെ ഇട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള വർക്കുകളൊന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് തന്നെ ചീത്തയാവും. നാളെ ഈ ഒരു കസ്റ്റമർ തന്നെ പറയും, അവർ ചെയ്തിട്ട് പോയതാണ്, ഇങ്ങനെയാണ് ചെയ്തു വെച്ചേക്കണം. അപ്പോൾ പിന്നെ അത് കാണുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ഒരു പേരായിട്ടാണ് വരും. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഇൻസ്റ്റലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡോർ ക്യാമറകൾ ഇൻഡോർ, ഔട്ട്ഡോർ ക്യാമറ ഔട്ട്ഡോർ. പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും കാണിക്കാറുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ നമുക്കറിയാം ക്യാമറയ്ക്ക് എപ്പോഴും അതിനൊരു ലെൻസിൻ്റെ ഒരു സൈസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയും 2.8 mm ലെൻസ് ഉണ്ട്, 4 mm ലെൻസ് ഉണ്ട്, 6 mm ലെൻസ് ഉണ്ട്. അതിന് മുകളിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ വേരി ഫോക്കൽ ലെൻസുകൾ വരുന്നുണ്ട്. ഇപ്പം ഞാനോ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ടെക്നീഷ്യനോ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു നാരോ ആയിട്ടുള്ള സ്ഥലത്തൊരു ക്യാമറ വയ്ക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ പൊതുവേ 6 mm ലെൻസോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ഉള്ള ലെൻസായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ളൊരു സ്പേസ്, ഇപ്പോൾ വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഹോള് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിറ്റ് ഔട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റ് ഔട്ട് കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2.8 mm ലെൻസ് വരുന്ന ടൈപ്പ് ഒരു ക്യാമറ ചൂസ് ചെയ്യും. ഇപ്പോൾ വളരെ നീളമുള്ള ഒരു ഏരിയയാണ്, ഇപ്പോൾ ഒരു കോറിഡോറാണ് എടുക്കണമെങ്കിൽ നമുക്ക് 6 mm അല്ലെങ്കിൽ ഏതെങ്കിലും വേരി ഫോക്കൽ ക്യാമറ ചൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൊട്ടേഷനിൽ പല ക്യാമറകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ഓരോ ക്യാമറയുടെ നിങ്ങൾക്കറിയാം പെർഫോമൻസും അത് കൺസ്യൂം ചെയ്യുന്ന പവറും എല്ലാം അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നമ്മൾ IP ക്യാമറ എടുക്കുന്ന സമയത്ത് അതിൻ്റെ POയിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊന്നും നോക്കാത്ത ഒരാളെ സംബന്ധിച്ച് അവരെല്ലാ ക്യാമറയും ഒരേപോലെ ആയിരിക്കും കാണുന്നത്. അവരൊരു പരിസരം നോക്കിയിട്ടായിരിക്കില്ല ഒരു ക്യാമറ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ്,
വളരെ കുറഞ്ഞൊരു റേറ്റ് മാത്രമേ കൊട്ടേഷനിൽ കാണുള്ളൂ. അപ്പോൾ കസ്റ്റമർക്ക് ഇതിനെപ്പറ്റി ആ ധാരണയില്ലാത്തൊരു കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യം അങ്ങോട്ട് ചൂസ് ചെയ്യുന്നു, ആ ഒരു കൊട്ടേഷൻ ലോവസ്റ്റ് റേറ്റിൽ വരുന്ന കൊട്ടേഷൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആ വെക്കുന്ന ആ ഒരു ക്യാമറയുടെ ആ ഒരു പർപ്പസ് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യുന്നില്ല. അപ്പോൾ ക്യാമറയെ പറ്റിയോ ക്യാമറയുടെ ലെൻസിനെ പറ്റിയോ ക്യാമറയുടെ ഫീച്ചേഴ്സിനെ പറ്റിയോ അറിയില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡിലുണ്ട്. ഇപ്പം ഞാനിത് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില ആൾക്കാർ എന്നോട് പറയും, നീയാണോ ക്യാമറ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കും. കാരണം ഒരാളങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്യാമറ കണ്ടുപിടിച്ച ആളൊന്നും അല്ല ഞാൻ, പക്ഷേ എന്നാലും ഈ ക്യാമറയെ പറ്റി നമുക്കറിയാം. കാരണം ഞങ്ങൾ 8 വർഷമായിട്ട്, ഇപ്പോൾ 8 അല്ല 2013 മുതൽ ഈ ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മുടെ പണി ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഞങ്ങളൊക്കെ ആദ്യത്തെ സമയത്തൊക്കെ ക്യാമറ വെക്കുന്ന സമയത്ത് നമ്മൾ HD ക്യാമറ മാത്രമേ ഉള്ളൂ. എന്നാൽ IP ക്യാമറയൊന്നും അത്രത്തോളം വന്നിട്ട് പോലുമില്ല. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു കാര്യം അതിൻ്റെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു തെളിവുണ്ട്. നമ്മുടെ അലൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്ന, അല്ലെങ്കിൽ ഞാനിവിടേക്ക് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പാണിത്. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു നമ്മുടെ AcuSense ക്യാമറയുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരാളോട് ക്യാമറയെ പറ്റി ചോദിച്ചു. പക്ഷെ ആ ആൾ എന്താ പറഞ്ഞതെന്ന് കേട്ടു. ഞാൻ നമ്മുടെ ഈ AcuSenseൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ഞാനത് വാങ്ങാനായിരുന്നു നോക്കിയിരുന്നത്. അപ്പം ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ള ഒരു ടെക്നീഷ്യനായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഈ AcuSenseൻ്റെ ക്യാമറയുടെ കാര്യം സംസാരിച്ചപ്പോൾ ആൾ പറയുന്നത്, ബാക്കിയുള്ള IP ക്യാമറ വെച്ചിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാൻ പറ്റും എന്നല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ ഞാൻ കണ്ടിരുന്നു, വീഡിയോയ്ക്കകത്ത് യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ മറ്റേ കൈ പൊത്തി പിടിക്കാൻ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതും, പിന്നെ വയറ് വല്ലതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലോസ് എന്ന് പറഞ്ഞ് വരുന്നത്, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ കണ്ടു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് വാങ്ങാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പുള്ളി പറയുന്നത് സാധാരണ IP ക്യാമറ, പുള്ളി എന്നെ ഒരു ഡെഹുവയുടെ ഒരു IP ക്യാമറ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്തും സെയിം ഫീച്ചേഴ്സൊക്കെ തന്നെ ഉണ്ട്, മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം എന്നാണ് പറയുന്നത്. ഈ AcuSenseൻ്റെ ക്യാമറ മെമ്മറി കാർഡ് ഇട്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. മറ്റേതാകുമ്പോൾ മെമ്മറി കാർഡ് ഇടാതെ തന്നെ വർക്ക് ചെയ്യും. പിന്നെ AcuSenseൻ്റെ ക്യാമറയുടെ ആ വിലയ്ക്ക് മറ്റേ സാധാരണ IP ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 2 വയ്ക്കുക. ഈ 7 രൂപ വിലയുള്ള സാധനം മറ്റേതാകുമ്പോൾ 3500 താഴെയുള്ളൂ ഒരെണ്ണത്തിന്. ആ വിലയ്ക്ക് 2 ക്യാമറ വെക്കാം. അങ്ങനെയാണോ? എനിക്കതൊന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് പറഞ്ഞു തരാമോ ക്ലിയറായിട്ട്? അതായത് നമ്മൾ AcuSenseൻ്റെ ക്യാമറയുടെ പർപ്പസ് അല്ലല്ലോ നമ്മുടെ സാധാരണ ക്യാമറയുടെ പർപ്പസ് എന്ന് പറയുന്നത്. സാധാരണ ക്യാമറ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പുറകോട്ട് പോയിട്ട് നോക്കുമ്പോഴാണ് നമ്മളത് കാണുന്നത്, എന്താണ് സംഭവിച്ചത്. പക്ഷേ AcuSense ക്യാമറ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുന്ന സമയത്ത് തന്നെ റിയൽ ടൈം നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് തരുന്ന ഒരു ടൈപ്പ് ക്യാമറയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വളരെ വില കുറഞ്ഞ പൈപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പൈപ്പ് വെയിലടിക്കുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞ് പോകും, പാമ്പ് പോലെ കിടക്കും. അപ്പോൾ ഈ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്വാളിറ്റിയിലാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ക്യാമറ വെച്ചുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അത് കേടായി പോകും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ കണ്ട ഈ പിക്ചേഴ്സിനകത്തെന്ന് വെച്ചാൽ ഞാൻ ഒരു സൈറ്റിൽ ഒരു പിക്ചർ മാത്രമേ കാണിച്ചു. ഒരു സൈറ്റ് എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആണ്, ഇതിൻ്റെ 3 സ്ഥലങ്ങളിലാണ് NVR ഇരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പം നമ്മൾ കണ്ടത്, ഇതുപോലെ 2 സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ടോട്ടലായിട്ടുണ്ടായിരിക്കുന്ന നഷ്ടം ഏകദേശം ഒരു 2 ലാഖിന് മേളിൽ, 2 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇവർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം NVR മൊത്തം പോയി, POE പോയി, ആ POയുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ പരസ്പരം ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ 3 NVRകൾ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫൈബർ ഒപ്റ്റിക് കേബിളിങ്ങിൻ്റെ ആ ഒരു മീഡിയ കൺവേർട്ടറും കാര്യങ്ങളെല്ലാം പോയി. അതിനകത്ത് ഇപ്പോൾ യാതൊരു സാധനങ്ങളും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇനി അത് സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നീഷ്യൻ്റെ ഒരു അറിവില്ലായ്മ കാരണം ഇത്രയും രൂപ ആ കമ്പനി വീണ്ടും സ്പെയർ ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഈ കമ്പനീനെ സംബന്ധിച്ച് ഈ ഒരു തുക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയൊന്നും അല്ല. പക്ഷേ നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വീട്ടിലേക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ടല്ല അത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കതിനകത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ഇറങ്ങുമെന്നല്ലാതെ അതിനകത്ത് നമുക്കൊരു മെച്ചം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ ക്യാമറകൾക്കും ഞങ്ങൾ 2 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. അതുപോലെ NVRനും 2 ഇയർ വാറണ്ടിയാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റലേഷൻ ഞങ്ങൾ 1 ഇയർ ഫ്രീ സർവീസ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. 1 വർഷത്തേക്ക് നമ്മൾ ഒരു ചാർജ് പോലും വാങ്ങിക്കാതെയാണ് സർവീസ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി അതിനുശേഷം നിങ്ങൾക്ക് AMC എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ അക്കേഷ്യ ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് ഉള്ള സ്ഥാപനമാണോ എന്ന്. അപ്പോൾ അക്കേഷ്യ എന്ന് പറഞ്ഞാൽ ഓൾ കേരള സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സ് അസോസിയേഷൻ ആണ്. ഈ അക്കേഷ്യനെ പറ്റി കൂടുതൽ ആൾക്കാർ അറിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ രതീഷ് ആർ മേനോൻ ചേട്ടൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അതിലൂടെയാണ് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പോൾ അതിൽ എറണാകുളം ജില്ലയിൽ പെടുന്ന ഒരു മെമ്പറാണ് നമ്മുടെ നെക്സ സിസ്റ്റം എന്നുള്ള ഈ ഒരു സ്ഥാപനം. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അക്കേഷ്യയുടെ കണ്ണൂർ ജില്ലാ മീറ്റിൽ ഞാൻ ഒരു 50-60 പേർക്ക് CCTVയുടെ ഫീൽഡിലുള്ള ആൾക്ക് വരുന്ന 23-ാം തീയതി ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലായിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഒരു അക്കേഷ്യയായിട്ട് ബന്ധപ്പെട്ട് വളരെ നന്നായിട്ട് പ്രവർത്തിച്ച് വരുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കണ്ട് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് വാങ്ങിക്കാം. അതേസമയം നമ്മളിപ്പോൾ ഒരു സർവീസ് ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അവർ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന് ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള വലിയൊരു സംഗതിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്ഥാപനം വരെ വർക്ക് ചെയ്യിപ്പിച്ചത്. പക്ഷേ ചെയ്തത് ഇതുപോലെ ആയിപ്പോയി. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഈ ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യണേക്ക് മുമ്പ് തന്നെ ഈ ഒരു സ്ഥാപനത്തെ എന്ത് ചെയ്യാം, ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റ് പ്രൊജക്റ്റുകൾ പോയി ഒന്ന് കാണാമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ലായിരുന്നു, ഇത്രയും വലിയൊരു നഷ്ടം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ സർവീസ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് തൊട്ടറിഞ്ഞ് വാങ്ങിക്കാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് നമ്മൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളെയാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. Every day, late at night, not okay. All I want, and I pray, all I need are some better days.